കലയെ ജനകീയമാക്കാൻ പുതിയ ശൈലിയിൽ ഓട്ടൻതുള്ളൽ അവതരിപ്പിക്കുകയാണ് കലാകാരനായ മണലൂർ ഗോപിനാഥ്. പോലീസ് ജോലിയിൽ നിന്നും വിരമിച്ച ശേഷം തുള്ളൽ കലയിൽ സജീവ സാന്നിധ്യമാണ് ഈ കലാകാരൻ. ഗോപിനാഥും പരമേശ്വരൻ കർത്തയും ചേർന്നാണ് തുള്ളൽ ദ്വയം എന്ന പേരിൽ ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി തുള്ളൽ അവതരിപ്പിച്ചത്. രാജു ഗുരുവായൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണും. തുള്ളൽ കലയെ ജനങ്ങളുടെ മുമ്പിൽ പുതിയ രീതിയിൽ അവതരിപ്പിക്കുകയാണ് മണലൂർ ഗോപിനാഥും സംഘവും. നമുക്ക് അവരോട് തന്നെ കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. നമസ്കാരം. തുള്ളൽ എന്ന ഈ ജനകീയ കലയെ 320 വർഷം മുമ്പിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണ്. തുള്ളൽ എന്ന കല ഇത്തരത്തിൽ നടപ്പുരകളിലും തിരുമുറ്റങ്ങളിലും കളിച്ചുകൊണ്ടിരുന്ന ഒരു കലാരൂപമാണ്. അതിനോർക്കുന്നതിന് വേണ്ടി ഇന്ന് ഈ ക്ഷേത്ര സന്നിധിയിൽ ഒരുപക്ഷെ ഗുരുവായൂരിൻ്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇന്ന് തിരുമുറ്റത്ത് തുള്ളൽ അവതരിപ്പിക്കുന്നത്. അതിന് ദേവസ്വവും അതുപോലെ തന്നെ ഭാരവാഹികളും നമുക്കതിന് ഇന്ന് ആ സാഹചര്യം ഒരുക്കി തന്നിരിക്കുകയാണ്. പണ്ട് കുഞ്ചൻ നമ്പ്യാർ ഒരു കാലഘട്ടത്തിൽ ഇതുപോലെ ഒരു പ്രധാന വേദിയിൽ തുള്ളൽ അവതരിപ്പിക്കുന്നതിന് മിഴാവ് വായിക്കുമ്പോൾ ഉറങ്ങിപ്പോയി എന്നുള്ളൊരു അപരാധത്തിൽ അദ്ദേഹത്തെ പിടിച്ച് പുറത്താക്കുകയും അതിനുശേഷം ഇതുപോലെ പ്രധാന വേദിയിൽ നിന്നും താഴേക്കിറങ്ങി കുഞ്ചൻ നമ്പ്യാർ പിറ്റേന്ന് ദിവസം ആദ്യമായി ശീതങ്കൻ തുള്ളൽ എന്ന കലാരൂപം അവതരിപ്പിക്കുകയാണ്. ആ ഓർമ്മകളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന ഒരു ലക്ഷ്യം കൂടിയുണ്ട്. ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് ഈ തുള്ളൽ അവതരിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് ഞാനും എൻ്റെ സീനിയർ ആശാനുമായ ശ്രീ പുരുഷോത്തമ കർത്ത എന്ന അദ്ദേഹവും വളരെ സീനിയർ ആശാനാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടി കുഞ്ചൻ നമ്പ്യാരുടെ പ്രഥമ കഥയായ കല്യാണ സൗഗന്ധികം തന്നെ കഥ ചെയ്യുകയാണ്. തുള്ളൽ കലയെ ജനകീയമാക്കാൻ ഒരുങ്ങുകയാണ് മണലൂർ ഗോപിനാഥും സംഘവും. തുള്ളൽ കലകൾ ഇനി വേദികൾ കീഴടക്കും എന്നതിൽ യാതൊരു തർക്കവുമില്ല. രാജു ഗുരുവായൂർ, ന്യൂസ് 18. പ്രശസ്തമായ വടകര തച്ചോളി മാണിക്കോത്ത് ക്ഷേത്രോത്സവം സമാപിച്ചു. ആയോധന കലയിൽ പേരുകേട്ട തച്ചോളി ഒതേനന്റെ സ്മരണാർത്ഥമാണ് ഉത്സവം നടക്കുന്നത്. ഉത്സവത്തോടനുബന്ധിച്ച് കളരി ഉൾപ്പെടെയുള്ള ആയോധന കലകളും തിറയും അരങ്ങേറി. പഴക്കം കൊണ്ടും പെരുമ കൊണ്ടും പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിലൊന്നാണ് തച്ചോളി മാണിക്കോത്ത് ക്ഷേത്രം. കളരിപ്പയറ്റിന്റെ പേരും പ്രശസ്തിയും വാനോളമുയർത്തിയ വീരയോദ്ധാവായ ഒതേനന്റെ സ്മരണാർത്ഥമാണ് ഉത്സവം. AD 1600 വടകരയിൽ ജീവിച്ച കളരിപ്പയറ്റ് വീരനാണ് തച്ചോളി ഒതേനൻ. കതിരൂർ ഗുരുക്കളും ഒതേനനുമായുള്ള പോരാട്ടം ഏറെ പ്രസിദ്ധമാണ്. ഒതേനൻ ജനിച്ചു വളർന്ന തച്ചോളി മാണിക്കോത്ത് തറവാട് കാലാന്തരത്തിൽ ക്ഷേത്രമായി മാറുകയായിരുന്നു. ആയോധന കലകൾക്ക് ക്ഷേത്രത്തിൽ വലിയ പ്രാധാന്യമാണുള്ളത്. ഉത്സവത്തോടനുബന്ധിച്ച് കുട്ടികൾ ഉൾപ്പെടെ വിവിധ കളരി സംഘങ്ങളുടെ കളരി അഭ്യാസങ്ങൾ കാണികൾക്ക് ആവേശമായി. ഇവിടെ നടക്കുന്ന വെള്ളാട്ടങ്ങളിലും തിറകളിലും വാളും പരിചയം തുടങ്ങിയ ആയുധങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. 2 ദിവസങ്ങളിലായി നടന്ന ഉത്സവം സമാപിച്ചു. കളരിപ്പയറ്റിനെ കുറിച്ച് പഠിക്കുവാനും അറിയാനുമായി സ്വദേശികളും വിദേശികളും ഉൾപ്പെടെ നിരവധി പേർ ക്ഷേത്രത്തിൽ എത്തുന്നുണ്ട്. ക്ഷേത്രത്തിൽ വിവിധ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും നടന്നുവരുന്നു. ന്യൂസ് 18 വടകര.